നമസ്കാരം. ഉരുൾപൊട്ടൽ വൻ നാശം വിതച്ച വയനാട്ടിലെത്തിയ നടൻ മോഹൻലാൽ സന്നദ്ധ പ്രവർത്തകർക്ക് ആവേശമായി. പട്ടാള വേഷത്തിൽ മേപ്പാടി ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് മോഹൻലാൽ ആദ്യമെത്തിയത്. തുടർന്ന് ദുരന്തഭൂമിയും അവിടെ കഠിനാധ്വാനം ചെയ്യുന്ന സൈനികരെയും മോഹൻലാൽ സന്ദർശിച്ചു. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലാണ് മോഹൻലാൽ. കോഴിക്കോട് നിന്നും റോഡ് മാർഗമാണ് അദ്ദേഹം വയനാട്ടിലെത്തിയത്. സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ മോഹൻലാൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ സംഭാവന ചെയ്തിരുന്നു. ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ട മോഹൻലാൽ മുണ്ടക്കയിൽ നടന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തമാണെന്ന് പറഞ്ഞു. അവിടെ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനാവില്ല. ഇനി മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. വയനാട്ടിൽ നടന്നത് വളരെ സങ്കടകരമായ കാര്യങ്ങളാണെന്നും നേരിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാകുന്നതാണ് ദുരന്തത്തിന്റെ തീവ്രതയെന്നും മോഹൻലാൽ പറഞ്ഞു. ദുരന്ത മേഖലയുടെ പുനരുദ്ധാരണത്തിനായി കൂടുതൽ ധനസഹായം നൽകുമെന്നും മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട്. വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ 3 കോടി രൂപ നൽകും. സ്ഥിതി നിരീക്ഷിച്ച ശേഷം ഫൗണ്ടേഷൻ വീണ്ടും സാമ്പത്തിക സഹായം ആവശ്യമെങ്കിൽ നൽകുമെന്നും വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണം ഏറ്റെടുക്കുമെന്നും മോഹൻലാൽ അറിയിച്ചു. എല്ലാവരും സഹായിക്കുന്നത് വലിയ കാര്യമാണ്. സാധാരണക്കാർ മുതൽ സൈന്യം വരെ എല്ലാവരും ദൗത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. താൻ കൂടി അടങ്ങുന്നതാണ് മദ്രാസ് 122 ബറ്റാലിയൻ. കഴിഞ്ഞ 16 വർഷമായി ഈ സംഘത്തിലെ അംഗമാണ് താനും. അവരടക്കം രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ നേരിട്ട് കാണാനും നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് താൻ വന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. ബെയിലി പാലം വലിയ അത്ഭുതം തന്നെയാണ്. ഈശ്വരന്റെ സഹായം കൂടെ ഇത് യാഥാർത്ഥ്യമായതിന് പിന്നിലുണ്ടെന്ന് കരുതുന്നുവെന്നും താരം പറഞ്ഞു. തനിക്ക് ഇവിടെ ചിലരെ പരിചയമുണ്ടായിരുന്നു എന്നും മോഹൻലാൽ പറയുകയുണ്ടായി. ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും വീടും സ്വത്തുമെല്ലാം നഷ്ടമായി എന്ന് മോഹൻലാൽ വേദനയോടെ ഓർത്തു. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, പോലീസ്, സന്നദ്ധ സംഘടനകൾ, ആശുപത്രികൾ, പ്രദേശവാസികൾ എന്നിങ്ങനെ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നുവെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി. സംവിധായകൻ മേജർ രവിയും മോഹൻലാലിന് ഒപ്പമുണ്ടായിരുന്നു. സൈനിക യൂണിഫോമിലാണ് മോഹൻലാൽ ദുരിതബാധിത പ്രദേശത്തേക്ക് വന്നത്. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു ആദ്യമെത്തിയത്. കോഴിക്കോട് നിന്ന് സൈനിക വാഹനത്തിലായിരുന്നു മോഹൻലാലിന്റെ യാത്ര. സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം ദുരന്തബാധിത മേഖലയായ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തേക്ക് യാത്ര തിരിച്ചത്. എല്ലാതരം മനുഷ്യരും ഭേദഭാവമില്ലാതെ പ്രകൃതി ദുരന്തങ്ങളോട് പൊരുതുമ്പോൾ കലാകാരൻ എന്ന നിലയിൽ നാടിനോടുള്ള പ്രതിബദ്ധതയാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പ്രകടമാക്കിയത്. അപൂർവങ്ങളിൽ അപൂർവമായ ഈ സന്ദർശനം ദുരന്തബാധിതരായ നിരവധി മനുഷ്യർക്ക് പ്രത്യക്ഷമായും മലയാളികൾക്ക് പൊതുവെയും ആശ്വാസമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.